സോ ഹലോ ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൂൾ ബ്ലോഗ്സ്. ശരി, എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവരവിടെ ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് വിടാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ബിസ്മില്ല. അപ്പോൾ മിററും കാര്യമൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കാം. കണക്കാം. ബിസ്മില്ല. ഞാനെന്താ ഓർമ്മ വീഡിയോ എടുക്കാനാ? ഓക്കെ. മോഡ് ഇതിലുള്ള പെർഫോമൻസ് ABS ഓണിലുള്ള. ഓക്കെ, ABS ഓൺ. പറഞ്ഞാലോ പുതിയൊരു ഹെൽമെറ്റ് മേടിച്ചിട്ട് ആക്സോറിൻ്റെ. ചിന്ന ടൈറ്റാണോ എന്നൊരു സംശയമില്ല. ഓക്കെ, ഈ ടൈറ്റ് വേണമല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ ഡ്രീം കം ട്രൂ ഈസ് വിത്ത് മീ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വണ്ടി മെല്ലെ മോട്ടാക്കാല്ലേ? ബിസ്മില്ലാ. സബ്സിഡി വീഡിയോ എടുക്കുന്നുണ്ട്. അതിൽ വണ്ടിയില്ല. കുറച്ച് ജാസ്തി ഉണ്ടാവും. എന്തൊക്കെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ വ്ളോഗ് എടുക്കുന്നത് ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് അത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ വ്ളോഗ് ഈ വീഡിയോ ചാനൽ അപ്പായിരിക്കും. അതിപ്പോൾ ഏത് ക്വാളിറ്റിയിൽ ഉണ്ടെങ്കിൽ സാറില്ല, ഇല്ലെങ്കിൽ സാറില്ല. സംസാരിക്കാൻ കുറച്ച് കഷ്ടം. എന്താ വെച്ചാൽ പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ട് ചിൻ പാഡ് കുറച്ച് ടൈറ്റാക്കി വെച്ചിരിക്കാം. കുറച്ച് ടൈറ്റാക്കിയിരിക്കാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ഒന്ന് എണ്ണ അടിച്ചിട്ട് ഓക്കെ. എണ്ണ ഓൾറെഡി അവർ ദേ ഹാവ് ഗിവൺ മീ ലൈക്ക് 5 ലിറ്റർ തന്നിരിക്കണം ഓൾറെഡി എണ്ണ. യു ക്യാൻ സീ. ഇപ്പം ആണെങ്കിൽ നമുക്ക് ട്രിപ്പ് 0 ഫ്യൂൾ റേഞ്ച് 194 കിലോമീറ്റേഴ്സ് കാട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ വണ്ടി എടുത്തിട്ട് ആദ്യം ഞാൻ ഫ്യൂൾ അടിക്കേണ്ട, പിന്നെ ആരാ ഫ്യൂൾ അടിക്കാം? അപ്പോൾ നമുക്ക് ഫ്യൂൾ അടിക്കാം. എന്താ പറയാ, ഇത്ര കാലം ഒരു സ്കൂട്ടറും അതിന് താന്നിരുന്ന വണ്ടികൾ ഓടിച്ചിട്ട് എന്താ പറയാ, ഞാൻ അത്ര ഹാപ്പിയാണ്. എന്തോ ഒരു വലിയൊരു സാധനത്തിന് മേലെ കരുതിട്ട് ഓടുന്ന പോലെ ഒരു ഫീൽ. എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. ഈ വണ്ടി ഇതിൻ്റെ തനിക്കോണം കാണുന്നത് 3000 RPM മേലെയാണ്. ഷിഫ്റ്റേഴ്സ് ജാസ്തി വേണ്ട വണ്ടിയാണ്. ഷിഫ്റ്റേഴ്സ് കൂടുന്ന വണ്ടിയാണ്. കുറച്ച് ഷിഫ്റ്റ് അധികം വരുന്ന വണ്ടിയാണ്. 3000 RPM മേലെ കയറിപ്പോയ വണ്ടിയുടെ പിക്ക കിട്ടില്ല. അത് ഫിക്സാണ്.
സോ നമുക്ക് ഫ്യൂൽ അടിക്കാം. ആ വണ്ടി കാറിന് ഫ്യൂൽ അടിക്കണം. നമുക്ക് ഫ്യൂൽ അടിച്ചിട്ട് അതിനും വേണം ഇതിലും വേണം. കുറച്ച് കുടിപ്പിക്കുക എല്ലാത്തിനും. ഓക്കെ, ഡീസൽ ക്യാപ്പ് ഇപ്പറടാ. $800. हाँ, हाँ ಫಸ್ಟ್ ಫ್ಯೂಲಿಂಗ್ ನೀವೇ ಫಸ್ಟ್ ಫ್ಯೂಲ್ ಹೊಡಿತಿದ್ದೀರಾ ಇದಕ್ಕೆ? ಓಕೆ, ಹೊಸ ಗಾಡಿದಾನ? ಹೌದು, ಇವತ್ತು ತಗೊಬರ್ತಿದ್ದೀನಿ. ಫುಲ್ ಆಗುತ್ತಾ ನೋಡಿ. ಭಯ್ಯ ನಾಪತ್ತೆ ಫುಲ್ ಆಯ್ತಾ? ಎಸ್, ಥ್ಯಾಂಕ್ ಯು. ಭಯ್ಯನ ಅವರು ಕಾಯ್ತಾ ಇದ್ದಾರೆ ಬನ್ನಿ ನಿನ್ನ ಏನಿಗೆ ಭಯ್ಯ. ಸೊ ಫ್ಯೂಲ್ ಅಡಿಸಿ ഓക്കെ, താങ്ക് യു. ഞാൻ കൊടുക്കാം. ഇഷ്ടമാ? ಎಷ್ಟದು? ಕೊಡಿ ನಾನು ತೊಳಿ. ബാ. അപ്പോൾ ഇതെൻ്റെ പെങ്ങളെ കുട്ടി. ഹായ് പറ. ഹലോ. ഇവിടെ കയറാനാവില്ല, ഇവിടെ ഇരിക്കാനാവില്ല. ബാക്കിൽ ഉമ്മാനെ കൂട്ടിക്കോ. ഉമ്മാൻ്റെ ഒപ്പം ഇരുന്നോ. ഹെൽമെറ്റ് എടുത്തോ. ഫുട്രസ്റ്റ് താത്തിക്കോ. ഫുട്രസ്റ്റ് ആ കയറി. ഇതൊന്നും വേണ്ടല്ല. എന്നിട്ട് സ്റ്റാപ്പ് ഇടാനും അറിയില്ല. ആ കയറി. ഉമ്മയും തപ്സിയും കാറിലാ. യെസ്. Yeah, first ride with
എല്ലാരും നോക്കുന്ന ബൈക്ക് കാണായിട്ടല്ല, ബൈക്കിലുള്ള ആൾക്കാരെ കണ്ടിട്ടായിരിക്കും. അയ്യോ, ആ ഒരു ലൗഡ് ഹോണ് കുറച്ചിട്ട് സൗണ്ട് കുറച്ചിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കംഫർട്ടബിലിറ്റി നമുക്കൊരു വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻറ്റ് നമുക്കുണ്ട് ആ വണ്ടി എടുക്കുമ്പോൾ. ആ വണ്ടി എൻ്റെ കാറ് ആ ടേണുകളും കാര്യങ്ങളും ഇപ്പം ഇത്ര നമ്മൾ 3 നാൾ എടുത്തിട്ട് എനിക്ക് ആ ടേൺ എടുക്കാൻ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ഈ വണ്ടി തരുന്നുണ്ട്. ആക്ച്വല ഇംപ്ലിമെൻറ്റ് ഡ്രിവൻ 2 or 3 kilometers. മഴ പെയ്യുന്നുണ്ടെന്നൊരു സംശയം. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ബ്ലോഗ് ഇവിടെ നിർത്തും. ഓക്കെ, ആ ഗ്ലാസ് കുറച്ച് താത്തി വെക്ക്, കണ്ണിന് കാറ്റടിക്കൂല. ആ ആ ആ മോനൊരു ഹെൽമെറ്റ് കൂടി വാങ്ങാം. റൈറ്റ് നൗ ഇത് ഓഡോമീറ്റർ ഡിജിറ്റലാക്കി സെറ്റ് ചെയ്യണം. സ്ലിപ്പർ ക്ലച്ചാണ് തന്നിട്ടുള്ളത്. ഒരു കുതിരപ്പുറത്തിരുന്ന് പോകുന്നൊരു ഫീലിംഗ്, ഒരു കുതിരപ്പുറത്തിരുന്ന് പോകുന്ന ഫീലിംഗ് അല്ലേ? നമ്മളെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടുണ്ടാവും നമ്മളെ മൈലേജും കാര്യങ്ങളൊക്കെ. നമ്മളെ ഡ്രൈവിങ് ഏത് കംഫർട്ടിലാണ് ആ കംഫർട്ടിലായിരിക്കും നമ്മളെ മൈലേജും കാര്യമൊക്കെ വരിക. ഇപ്പോൾ തേളിലായിട്ട് റെവ്യാൻ നിന്നാൽ ആ മൈലേജ് അത്രയും ഡൗൺ ആവും. ഒരു RPM മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം വണ്ടി കറക്റ്റ് പാസ്സാക്കാൻ. പോകുമ്പോൾ അങ്ങനെ ചിറ്റിയോളെ പോകാന്ന് പറഞ്ഞിട്ട് ആ പൊട്ടൻ കത്തി അങ്ങ് വിട്ടടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകണ്ടേ? ആർക്ക് വണ്ടി ഉപ്പ് തന്നെ വീടിന്ന് പുറത്താക്കി വെക്കാറ്. ഏതിന്? അതിന് 900 രൂപയാണേ. അത് 5000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. 5000 രൂപ അല്ല, ജാക്കറ്റിനാണ് പറയുന്നുള്ളത്. ഒരു ബെസ്റ്റ് നമുക്ക് നല്ല ഇങ്ങോട്ട് വിടാം. ഉമ്മാമനെ വേണ്ടല്ലേ? എടാ ഇടയ്ക്ക് പറ, ഇവിടെ ഉമ്മാമനെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മനെ കേട്ടോ. അതാ ബാക്കിൽ വന്നോണ്ട്. കുണ്ടിലും പോയി ചാടുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും അറിയുന്നില്ല. ബാക്ക് സീറ്റിലുള്ള എനിക്കോ എന്തേ ചിക്ലി വാള ഡാം അമ്പൊന്നും വലിയ കാര്യമായിട്ട് അറിയുന്നില്ല. ഒരാൾ സെൻട്രലിൽ മോനിലുണ്ടാ.
പിടിച്ചിരുന്നോ? താഴെ പോയാൽ എനിക്ക് പെറുക്കാൻ പറ്റില്ല കേട്ടാ. ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ്. ഐ എം ഹാപ്പി. ഇറ്റ് ഈസ് ബീസ്റ്റ്. ഇറ്റ് ഈസ് ബീസ്റ്റ് അങ്ങനെ പറയാം. ഏടത്തേക്ക് ഹിമാലയക്കാ? എൻ്റെ പീടിയ നീ നോക്കുക. എൻ്റെ പീടിയ നീ നോക്കുമെന്ന്. പിന്നെ സംശയം ഏൽപ്പിച്ചെടുക്കുന്നുണ്ട്. പണിക്കാർ ചെക്കന്മാർ രണ്ടാളും മുങ്ങിയിട്ടുള്ള ഇതിന്. അതുകൊണ്ട് ഇന്ന് കട തുറക്കാനും പറ്റില്ല എന്നെ കൊണ്ട്. ഇപ്പം എല്ലാവരും പറയാം വണ്ടി എടുക്കാൻ പോയത് കടയും പൂട്ടിയിട്ടാണ് പോയിരുന്നു. പക്ഷെ ചെക്കന്മാർ പോയ കഥ എനിക്ക് മാത്രമേ അറിയൂ. സെക്കൻഡ് തേർഡിലിങ്ങനെ ക്രൂസ് ആക്കാം. ആവറേജ് മൈലേജ് കാട്ടുന്നുണ്ടോ വണ്ടിക്ക്? ഓ ആ 262 കിലോമീറ്റേഴ്സാണ് ഫുൾ ടാങ്കിലാണ്. ശരി അപ്പോൾ ചെറിയ ചെറിയ കുണ്ടുമൊഴിയൊക്കെ കാണുന്നിടത്തൊന്നും സ്ലോ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ വണ്ടി. എന്തിനൊക്കെ ചാടിച്ചിട്ട് പോകാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ എല്ലാ വണ്ടിക്കും പറയാറ് ഗ്യാസ് അടിച്ചിട്ട് നോക്കി മാത്രം വലിയ ഫീലൊന്നും ആവുന്നില്ല. Here at Chikli Hole. മഴയൊന്നും എടുത്തതില്ല, കൊണ്ടുകൂടി പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുകൂടി തന്നെ പോകാം. സോ ഇതാണ് ചിക്ലി ഹോളി ഡാം. ഓൾറെഡി ഞാൻ ചിക്ലി ഹോളിനെ പറ്റി വീഡിയോസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ടൈം, പെർഫെക്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് തോന്നുന്നുണ്ട് ചിക്ലി ഹോളി. Let's park our vehicle. ഹലോ, ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വണ്ടി കയറാൻ. ശരിടാ അപ്പൊ ഇതാ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണിച്ചത് ഇതാ. പക്ഷെ എൻജിൻ സൈഡ് ഹീറ്റിംഗ് ഇഷ്യൂ പ്രോപ്പർ ആയിട്ടുണ്ട്.
നീ സ്പീഡ് ഓട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഹാപ്പിയാണല്ലേ? നിങ്ങൾ ഹാപ്പിയാണല്ലേ? അത് കയറണ്ട നമുക്ക് റൗണ്ട് പോയിട്ടാ തപ്സി യു ഗോ. ഹെൽമെറ്റാ? ബ്ലോഗിങ് ഓണാണ്. ഒരിക്കലും കാണാത്ത തന്നെ മുഖങ്ങളെന്തോ കണ്ടില്ല ഇപ്പൊ. ഓക്കെ എന്ത് ഓഡിയോ കച്ചാൻ സുഖ ചിക്കിയുള്ളതിൻ്റെ പരിപാടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ ഡയലിന് ഇതെങ്ങനെ മാറ്റാന്നറിയില്ല. അവൻ ചെക്ക് ചെയ്യാ. ട്രിപ്പ് മോള് സെറ്റിംഗ് ട്രിപ്പ് പ്രിഫറൻസ് അൺലോക്ക് ഡിജിറ്റൽ ആ ഇത് ബാക്ക് ബട്ടൺ കേട്ടോ. അപ്പ് ട്രിപ്പ് റീസെറ്റ് ട്രിപ്പ് അതല്ല. ഇത് റൈഡ് മോഡ്. My vehicle wanted to fuel engine. Anyway, ഇപ്പം നമുക്ക് പോവാ. ഹാൻഡ് ബാസ് കുറച്ച് റൈസ് ആക്കേണ്ടി വരും. എന്താ വെച്ചാൽ സ്റ്റാൻഡിൽ എനിക്ക് നിൽക്കുമ്പോൾ ഐ ഹാവ് ടു ബെൻഡ്. ഞാൻ ബെൻഡാവണം ഇങ്ങനെ നല്ലോണം. സോ ഹാൻഡ് ബാസ് കുറച്ച് റൈസ് ആക്കണം. ഹാൻഡ് ബാസ് റൈസ് ആക്കേണ്ടി വരും. Finally, we are in Siddhapura. Siddhapura, Gonegapur road.
നല്ല അടിപൊളി റോഡാണ്, വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റോഡാണ്. വെഹിക്കിൾ എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, ഓൾ ഗുഡ്, എവറിത്തിങ് ഈസ് ഫൈൻ. നമുക്ക് എൻ്റെ ബ്രേക്കിംഗ് ടെസ്റ്റ് ആക്കാൻ പറ്റി, അന്നേരം വീഡിയോ ആണെങ്കിലും ടെസ്റ്റ് ആക്കാൻ പറ്റും. ബ്രേക്കിംഗ് ടെസ്റ്റ് ആക്കി ഓൾറെഡി. അപ്പോൾ അവർ ബാക്കിൽ വന്നുകൊണ്ട് അപ്പം ഇങ്ങനെ ക്രൂസ് ആയിക്കോണ്ട് ഇങ്ങനെ കൊണ്ടു പോകുന്നത്. പിന്നെ ഒരു ഇഷ്യൂ പറയാൻ വണ്ടിക്ക് ഐ തിങ്ക് ഓഡോമീറ്ററിനകത്ത് തീരെ ശ്രദ്ധിച്ചോക്കാണ്, കിലോമീറ്റർ ഹൈ ആവുന്നില്ല, ഐ മീൻ റണ്ണാകുന്നില്ല. ഷോറൂം വിളിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല, ഫസ്റ്റ് സർവീസ് വരാൻ നേരത്തെ ഇഷ്യൂ ക്ലിയർ ആയാന്നാണ് പറഞ്ഞില്ല. ഉണ്ടോ ഐ ഡോണ്ട് നോ, മേ ബി സം എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം അല്ലേ. ഫസ്റ്റ് സർവീസിന് പോകുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടുമെന്നല്ലേ, ബട്ട് വേറെ ഉണ്ടാവും ഒരു ഇഷ്യൂസ് കാണാനില്ല. സിദ്ധാപുര 24 റോഡ്. നല്ല രീതിക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ്, നല്ല രീതിക്കുള്ള കോൺഫിഡൻസ് ആണ് വണ്ടി. നമ്മൾക്ക് ടേണിങ്സ് ഒക്കെ എടുക്കാൻ നേരത്ത് നമുക്ക് റൈഡറിന് ഒരു കോൺഫിഡൻസ് തരുന്ന വണ്ടിയാണ് നല്ല രീതിക്ക്. ഐ തിങ്ക് നമ്മളൊരു 60-70 നല്ലൊരു കേവ് എടുക്കുന്ന നേരത്ത് നമുക്ക് ഹാൻഡ് വണ്ടി ഇതാ സ്ലിപ്പാകുമ്പോൾ എന്നുള്ളൊരു ഫീൽ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല കട്ട്സും കേവ്സും ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയായിട്ടാണ്.
പാലപ്പെട്ട ടൗണ് ഇത്രയേ ഉള്ളൂ. ബട്ട് ടാറ്റ കോഫീൻ്റെ സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് അല്ല ഈ എന്താ പറയുക, ടാറ്റ കോഫീൻ്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇവിടെയാണ് കേട്ടോ. അവരുടെ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയാലും ഈ എസ്റ്റേറ്റ് വെച്ചിട്ടാണ് അവരുടെ സംഭവങ്ങളൊക്കെ പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നത്. അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണിത്. ടാറ്റ കോഫിൻ്റെ പിന്നെ അവിടെ നിന്ന് കയറിയിട്ട് ദുആ ചെയ്തിട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് നല്ല കാര്യത്തിനും നമ്മളിവിടെ വരും. അതിപ്പോൾ ആരെയും എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്ത് നല്ല കാര്യത്തിന് നമുക്ക് ഇവിടെയുള്ള നമ്മളെ പപ്പ നമുക്ക് എന്തും കാവൻ. നമുക്കൊന്ന് ഇവർ കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് പാലിവട്ട കോണിക്കുപ്പ റോഡാണിത്. നമ്മൾ പരിപാടിയിൽ തീർത്ത് ഞാൻ കോണിക്കുപ്പ റൈറ്റ് നൗ വി വിൽ റീച്ച് കോണിക്കുപ്പ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ള എന്താ വെച്ചാൽ, എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യാം. എന്താ വെച്ചാൽ ഇനി കൺസിസ്റ്റൻസി ആയിട്ട് വീക്കിലി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്പായിരിക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ സംഭവം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നറിയാം. എന്നാലും കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഡെഡായിട്ടില്ലേ. ബട്ട് ഇനിയും കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോകൾ വരും. ഇപ്പോൾ ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ വണ്ടി അൽഹംദുലില്ലാ ഓൾ ഗുഡ്, എവറിത്തിങ് ഇസ് ഫൈൻ എക്സെപ്റ്റ് ഫ്രം ദിസ് വീഡിയോ. ബട്ട് അതും ഓക്കെ ആവും, ഫസ്റ്റ് സർവീസിലാണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഈ കാര്യം കൂടി പറയാണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.